അസ്സലാമലൈക്കും, നമസ്കാരം. ഫസ്റ്റ് ലൈൻ ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം F3. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിഫ്റ്റി ഏകദേശം 21,900 ഏതാണ്ട് 21,900 ടച്ച് ചെയ്തു. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം IT സ്റ്റോക്കുകൾ റാലി നടത്തിയതായിരുന്നു. ഇൻഫോസിസ് പോലെയുള്ള ITC പോലെയുള്ള സ്റ്റോക്കുകൾ വിപ്രോ അടക്കം നന്നായിട്ട് മൂവ് ചെയ്തു. അപ്പോൾ അതിനെന്താണ് കാരണം എന്ന് പലരും ചോദിക്കുകയുണ്ടായി. എല്ലാവരും പറയണു റിസൾട്ട് വളരെ മോശമായിരുന്നല്ലോ, ഇൻഫോസിസിൻ്റെ റിസൾട്ട് തന്നെ റവന്യൂ ഡൗൺ ആയിരുന്നു, ഏർണിങ്സ് ബിഫോർ ടാക്സ് താഴെയായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് 1.69% താഴെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻഫോസിസിൻ്റെ ഷെയർ 8.8% കയറിയതെന്നുള്ളത്? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു സ്റ്റോക്ക് താഴാൻ പല പല കാരണങ്ങളിൽ ഒരു കാരണമാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതായത് ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമാണെങ്കിലും CNBC പോലെയുള്ളവർ ഓൾറെഡി ഒരു എസ്റ്റിമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ എസ്റ്റിമേറ്റ്സിന് മേലെയാണെങ്കിൽ സ്റ്റോക്കുകൾ പറക്കും. നേരെ മറിച്ച് എസ്റ്റിമേഷന് താഴെയാണെങ്കിൽ എത്ര നല്ല റിസൾട്ട് ആണെങ്കിലും ഒരു കമ്പനി എത്ര ടോപ്പിൽ പെർഫോം ചെയ്താലും അവർ എസ്റ്റിമേഷന് താഴെയാണെങ്കിൽ പൊതുവെ സ്റ്റോക്കുകൾ താഴെ പോകാറുണ്ട്. ഇപ്പോൾ ആ റിസൾട്ട് വന്ന് അന്ന് തന്നെ നിങ്ങൾക്കറിയാം ഇൻഫോസിസ് ADR പറന്നു. അമേരിക്കൻ സെക്യൂരിറ്റി റെസീപ്റ്റ്സ് ഏതാണ്ട് 4.4% അപ്പാണ് കാണിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻഫോസിസ്, കാരണം ക്ലോസിങ്ങിൻ്റെ സമയത്താണ് റിസൾട്ട് വന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏകദേശം അതൊരു അന്നത്തെ ദിവസം 8.8% അപ്പായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷമാണ് വിപ്രോൻ്റെ റിസൾട്ട് വന്നത്. വിപ്രോൻ്റെ റിസൾട്ട് ഏകദേശം 1.39% ഡൗൺ ആണ് റവന്യൂ. അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ളൊരു റിസൾട്ടായിരുന്നു. എന്നിരുന്നാലും CNBCയുടെ റിപ്പോർട്ട് എന്നെ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ്. CNBC എക്സ്പെക്ട് ചെയ്തിരുന്ന 21,989 ഏതാണ്ട് 21,989 കോടിയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ 22,151 കോടി അച്ചീവ് ചെയ്തു. നേരെ മറിച്ച് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു അമേരിക്കൻ മാർക്കറ്റിലെ ADR ഏകദേശം 17% അപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ് 4% ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്തപ്പോൾ 8.8%ലാണ് നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ ADR 17% അപ്പായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര വരെ പോവും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത് നാളത്തെ മാർക്കറ്റിനെ. നല്ല രീതിയിലുള്ളൊരു, കാരണം അത് പിറ്റേ ദിവസം തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള റിട്ടേൺ വന്നേനെ. അങ്ങനെയാണല്ലോ ഷെയർ മാർക്കറ്റ് എപ്പോഴും. ഇപ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് പിന്നെ റിസൾട്ട് വന്ന് 2 ദിവസം കിട്ടി, വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയതുണ്ടെങ്കിലും വിപ്രോ നല്ല രീതിയിൽ കയറി പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ കാരണം. പലവരും ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം എന്ന്. ഇതാണ് റിസൾട്ട് മോശമായിട്ട് കയറി പോകാനുള്ള ഒരു കാരണം. എപ്പോഴും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക, റിസൾട്ട് നോക്കിയിട്ട് മാത്രം ഒരു ഷെയറിൽ കയറാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.